CPIM പിന്തുണയ്ക്കുന്ന രജിസ്ട്രാർക്കെതിരെ നടപടിയെടുത്ത് സർക്കാരിന് പ്രഹരം നൽകാൻ രാജ്ഭവൻ. കേരള സർവകലാശാലയിലുണ്ടായ സംഘർഷം ചൂണ്ടിക്കാട്ടി KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. രജിസ്ട്രാർ ഗവർണറെ അപമാനിച്ചെന്നും രാജ്ഭവന് നാണക്കേടുണ്ടാക്കിയെന്നുമാണ് നിഗമനം. വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും നടപടി. ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കേരള സർവകലാശാലയിലുണ്ടായ സംഘർഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് രാജ്ഭവൻ വൈസ് ചാൻസലറോട് തേടിയിരുന്നു. VCയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനാണ് രാജ്ഭവന്റെ നീക്കം. ഇതുവഴി സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടലിന് ഇറങ്ങുകയാണെന്ന സന്ദേശമാണ് ഗവർണർ നൽകുക. അതിനിടെ VC ആവശ്യപ്പെട്ടത് പ്രകാരം രജിസ്ട്രാർ ഇന്ന് റിപ്പോർട്ട് കൈമാറി. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. സംഘാടകർ നിബന്ധന ലംഘിച്ചുവെന്ന് PROയും സെക്യൂരിറ്റി ഓഫീസറും റിപ്പോർട്ട് നൽകിയിരുന്നുവെന്ന് പറയുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ ഇടപെട്ട് പരിപാടി റദ്ദാക്കിയതെന്നാണ് വിശദീകരണം. രജിസ്ട്രാർ അനിശ്ചിതത്വം ഉണ്ടാക്കിയതിനെ തുടർന്ന് കുറച്ചു സമയം കാത്തിരുന്ന് വൈകിയാണ് പരിപാടിക്ക് ഇറങ്ങിയത്. ഇത് ഗവർണറെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവന് നാണക്കേടുണ്ടാക്കി ഈ സംഭവം. അങ്ങനെ പോകുന്നു കുറ്റപത്രം. ഗവർണറുടെ പരിപാടി റദ്ദാക്കണമെങ്കിൽ രാജ്ഭവനാണ് അത് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം പോലീസ് രാജ്ഭവനെ അറിയിക്കണം. ഇത് രണ്ടും ഉണ്ടാകാതെയാണ് പരിപാടി റദ്ദാക്കാൻ രജിസ്ട്രാർ സംഘാടകർക്ക് നിർദ്ദേശം നൽകിയത്. വൈസ് ചാൻസലറുടെ അനുമതിയില്ലാതെ രജിസ്ട്രാർ മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇതൊക്കെ നടപടിയെടുക്കാനുള്ള കാരണങ്ങളായി രാജ്ഭവൻ കാണുന്നു. റാഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.